ആവശ്യമുണ്ട്. ഒരിക്കൽ എൻ്റെ സെറ്റിൽ നായകനെ അഭിനയിക്കുന്ന ഗണേഷ് കുമാർ വന്നു. പുള്ളി ബ്ലാക്ക് ഇത് ഗ്ലാസ് ഇട്ടിട്ടുള്ള കാറിലാണ് വരിക. അപ്പം ഞാൻ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കാറിനകത്ത് കയറി പോകും. കാശ് കയറിയിട്ട് AC. അപ്പം ഞാൻ എപ്പോഴും ഗണേശൻ ഇങ്ങനെ കാറിലേക്ക് വന്ന് അത് AC ഇട്ടിട്ടുണ്ട്, AC ഇരിക്കാൻ വേണ്ടി പോകാനത്. അപ്പം ഞങ്ങളൊക്കെ AC അല്ലല്ലോ നിൽക്കുന്നത്, ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടു. പക്ഷേ വീണ്ടും എനിക്ക് മനസ്സിലായ കാരണം എന്തൊരു പെണ്ണുണ്ടായിരുന്നു. ഞാനത് എഴുതും. ഞാൻ ഷൂട്ടിംഗ് സ്പോട്ട് വരുമ്പോൾ യു കനോട്ട് ബ്രിങ് അതർ ഗേൾസ് ഇൻ മൈ സെറ്റ്. ശ്രീകുമാർ സെറ്റ് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഗണേശൻ്റെ ശത്രുവാണെന്ന് മാത്രമല്ല, ഗണേശൻ രഹസ്യമായിട്ട് എനിക്ക് വേണ്ടി എനിക്ക് പുല്ലാണ്. ഈ സോളാറുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ഉള്ള കാര്യങ്ങൾ ഒരു വലിയ പരിധി താങ്കൾക്ക് അറിയാവുന്ന പൊതുവിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ അത് താങ്കൾ വെളിപ്പെടുത്തുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടന്നതായിട്ട് അറിയാമോ? എങ്ങനെ? ഏതെങ്കിലും തരത്തിൽ മറ്റ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഗണേഷ് കുമാർ കൂടാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാർ കോൺഗ്രസിലെ തന്നെ? എന്നോട് ഈ വിക്ടിം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ചെങ്ങന്നൂര് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹിയായിരുന്ന ഒരാൾ ഇപ്പോൾ MLA ആണ്. അദ്ദേഹം അതിലന്ന് ഇടപെട്ടിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. സജി ചെറിയാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് സരിത പറഞ്ഞുള്ള അറിവാണ് എനിക്ക്. എന്നോട് ഞാൻ അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹവുമായി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. വേട്ടയാടി ഒരു മനുഷ്യനെ പച്ചയിറച്ചി കൊത്തിത്തിന്ന് ആ മനുഷ്യനെ ഇല്ലാതാക്കിയതിന് ശേഷമാണ് കാലം നമ്മളോട് പല രീതിയിലായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്, അല്ലേ? മഹാനായ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ്, ജനനേതാവ്, ജനങ്ങൾ എൻ്റെ ജനങ്ങൾ എന്ന് മാത്രം ഊണിലും ഉറക്കത്തിലും അത് മാത്രമേ ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുള്ളായിരുന്നു. ആ മനുഷ്യനെയാണ് ഈ ഗണേശന്, ഈ സജി ചെറിയാന് ഇവരൊക്കെ ചേർന്ന് വെട്ടിക്കേറി പച്ചയിറച്ചി കൊത്തിത്തുന്നത്, അല്ലേ? എന്നിട്ട് ഗണേശൻ ഇപ്പോൾ വന്നിരുന്ന് ഇങ്ങനെ കുരക്കുകയാ, പേപ്പട്ടി കുരക്കും പോലെ കുരക്കുകയാ. ഇതേ ഗണേശൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു നാടകം, ആർക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ഒരു നാടകം കേരളത്തിൽ. ആ നാടകത്തിൻ്റെ വേദിയിൽ വന്നിട്ട് ഗണേശൻ സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ BJPക്കെതിരെയോ അമിത്ഷാക്കെതിരെയോ ഒന്നുമല്ല. പിന്നെ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ആരാ സംസാരിക്കുന്നത്? ഗണേശൻ്റെ ലീലാവിലാസങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞതൊക്കെയാണ് ഗണേശൻ്റെ ലീലാവിലാസങ്ങൾ. ഗണേശൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഞാൻ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ കേൾപ്പിച്ചു തന്നു, അല്ലേ? ഗണേശൻ്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി പറയുന്നത്, ഗണേശൻ്റെ സഹോദരി പറയുന്നത്, ഗണേശൻ്റെ കാമുകി സരിത പറയുന്നത്, ഗണേശൻ്റെ തന്ത, ഗണേശനെ ഉണ്ടാക്കിയ ഗണേശൻ്റെ തന്ത ബാലകൃഷ്ണപിള്ള പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നു. ഇപ്പോൾ ഗണേശൻ്റെ വിശ്വസ്തരായ ആളുകളും ഗണേശനെ പരിചയമുള്ളവരും ഗണേശനുമായി ഒരുമിച്ച് പ്രവർത്തിച്ചവരും വർക്ക് ചെയ്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്, അല്ലേ? ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്, അല്ലേ? ഗണേശൻ എന്ന് പറയുന്ന അഭിസാരകൻ, അങ്ങനെ ഒരു വാക്കുണ്ടോയെന്നറിയില്ല, എന്നാലും ഉണ്ടാക്കാം നമുക്ക്, അല്ലേ? അഭിസാരകൻ. ആ അഭിസാരകൻ്റെ ജീവിതം, അയാളുടെ കുടുംബം തകർന്നു പോകരുത് എന്ന് കരുതിയിട്ട് ഉമ്മൻചാണ്ടി അതിനുവേണ്ടി പരിശ്രമിച്ചു, കോംപ്രമൈസ് ഉണ്ടാക്കാൻ. എന്നിട്ട് ആ മഹാമനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗണേശൻ വീണ്ടും കൊത്തിക്കീറാൻ ശ്രമിക്കുക. ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവൻ്റെ കുടുംബം നഷ്ടമായി, ഇവൻ്റെ അവിഹിതങ്ങൾ കൊണ്ട്, ഇവൻ്റെ തെമാടിത്തരങ്ങൾ കൊണ്ട്, ഇവൻ്റെ ജീവിതം, ഇവൻ്റെ വഴിവിട്ട ജീവിതം കൊണ്ട് ഇവൻ്റെ ജീവിതം ഇവനിക്ക് നഷ്ടമായി. അതിന് ആ പാവം പിടിച്ച മനുഷ്യനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? കാരണം യാമിനി തങ്കച്ചി ഇവൻ്റെ ഭാര്യ സാക്ഷിയാണ്. ഇവൻ ഹോട്ടൽ മുറികളിലേക്ക് അഭിസാരികമാരെ കൊണ്ടുപോയിട്ട് ഇവൻ കലാപരിപാടികളൊക്കെ നടത്തി തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ വീട്ടിൽ ആൾ ഇവനെ തേടിയെത്തുക. ഗണേശനെ കയ്യോടെ പൊക്കിയ ആളുകൾ അവരുടെ കാലിൽ വീണ് മാപ്പ് മാപ്പ് മാപ്പ്, തെറ്റുപറ്റി, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ആളുകളുടെ കാലിൽ വീഴുന്ന ഗണേശനെ ആര് കാണുക? യാമിനി തങ്കച്ചി കാണുക. ആ യാമിനി തങ്കച്ചി ഇതൊക്കെ കണ്ടു മടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. ഞാനിതിപ്പോൾ ഇവിടെ പറയുന്നത് എന്തിനാണെന്നറിയാം? ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ
ഈ പറയുന്ന സഖാക്കളും കേരളത്തിലെ മാധ്യമങ്ങളും കൂടി കൊത്തി കീറി വലിച്ച് നശിപ്പിച്ച് അയാളെ ഇല്ലാതെയാക്കി. അല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പല വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വരുന്നത്. അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് ഒരു വേട്ട കഴിഞ്ഞ് ആ മനുഷ്യനെ ഇല്ലാതെയാക്കിയതിന് ശേഷമാണ് വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഞാനിത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പം നടക്കുന്ന ഒരു വേട്ടയാ. ഈ വേട്ട കഴിയുമ്പോൾ പല വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വരും. ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ആധികാരികമായിട്ട് കുറച്ചുകൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മേ ബി വേട്ടക്കാർക്കൊപ്പം നിന്ന ആളുകൾ പോലും ചിലപ്പോൾ പല തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളും നടത്തും. പക്ഷേ അന്നതിൽ കാര്യമുണ്ടാകില്ല. കാരണം എന്ത് പറയുന്നത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേട്ടയാടലുകൾ കഴിഞ്ഞിട്ട് ഇരയെ കീഴ്പ്പെടുത്തിയതിന് ശേഷം ഉണ്ടാവുന്ന വെളിപ്പെടുത്തലുകളിൽ കാര്യമില്ല എന്നുള്ളതാണ്. അല്ലേ? അത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഉമ്മൻചാണ്ടി എന്താ തെറ്റ് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാമനുഷ്യന് ഒരു മാന്യത കാണിച്ചു. പക്ഷേ ആ മാന്യത ഒരു തെറ്റായിപ്പോയി എന്ന് നമുക്ക് തോന്നുകയാണ്. അല്ലേ? അയാൾ ചിലതൊക്കെ ആരെയും മുറിവേൽപ്പിക്കരുത്, തൻ്റെ നാവ് കൊണ്ട് ഒരുത്തനെയും മുറിവേൽപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പലതും തുറന്നു പറയാൻ തയ്യാറായില്ല. തന്നെ വേട്ടയാടി തൻ്റെ പച്ച മാംസം ഇങ്ങനെ കൊത്തി തിന്നിട്ടും കഴുകന്മാർ കൊത്തി തിന്നിട്ടും ആ മനുഷ്യൻ വാ തുറന്നില്ല. ആ മനുഷ്യൻ അറിയാവുന്ന പല കാര്യങ്ങളും ആ മനുഷ്യൻ 2023 ഈ രോഗത്തോട് ഈ ജനതയോട് വിട പറയുന്നത് വരെ ആ മനുഷ്യൻ തുറന്നു പറഞ്ഞില്ല, പുറത്തു പറഞ്ഞില്ല, പുറം ലോകം അറിഞ്ഞില്ല. രഹസ്യമാക്കി തന്നെ അയാൾ സൂക്ഷിച്ചു. ആ മനുഷ്യൻ്റെ നാവിൽ നിന്ന് ഒരു രഹസ്യങ്ങളും പുറത്തേക്ക് വന്നില്ല. ആ ഒരു കൺസിഡറേഷനാണ് ഇന്ന് ഈ ഗണേശനെ മന്ത്രി കസേരയിൽ ഇരുത്തുന്നത് പോലും. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞു, ഗണേശ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ പിച്ചയാണ്. ആ മഹാമനുഷ്യൻ നീട്ടിയ പിച്ചയാണ് നിന്റെ ജീവിതം എന്ന് പറയുന്നത്. നീ ഇന്നിരിക്കുന്ന കസേര പോലും അതാണെന്ന് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞു. വീണ്ടും പറയുന്നത് അത് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. ആ മനുഷ്യൻ്റെ മഹാമനസ്കത, ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഗണേശൻ ഇന്ന് ആ കസേരയിൽ ഇരിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. അല്ലേ? ഒരു കാലത്ത് രാഹുലിനെ സ്നേഹിച്ചവർ, രാഹുലിനെ അങ്ങേയറ്റം സ്നേഹിച്ചവർ, ആത്മാർത്ഥമായി സ്നേഹിച്ചവർ, രാഹുലിന് കൂടെ കിടക്ക പങ്കിട്ടവർ, രാഹുലിന് വേണ്ടി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സമ്മാനിച്ചവർ, അല്ലേ? രാഹുലിന് വേണ്ടി എല്ലാം ചെയ്തവർ, അവർ തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, ക്രൂരമായി മർദ്ദിച്ചു, ക്രൂരത കാണിച്ചു, ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്നത്, സാമ്പത്തിക ചൂഷണം ചെയ്തു എന്നൊക്കെ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ പറയുന്ന പരാതികൾ എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അതൊരു ഐഡിയയാണ്. എന്താണ് ഐഡിയ? 2016 അധികാരത്തിലേക്ക് കയറാൻ സഹായിച്ചത് ഒരു സ്ത്രീയാണ്. ആയുധം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സ്ത്രീ. ആ സ്ത്രീയെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ സാധിച്ചു. അത്രത്തോളം ഇല്ലാത്ത രാഹുലിനെ വീഴ്ത്താൻ, പ്രതിപക്ഷത്തെ വീഴ്ത്താനും ഈ സ്ത്രീകളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു ഐഡിയോളജി, ഒരു ആശയം. ആ ആശയത്തിന് പുറത്താണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നുള്ളതാണ്. അല്ലേ? അപ്പോൾ ഈ ഗണേശൻ ആരാണ്? ഗണേശൻ ഒരു 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 ഗണേശൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടില്ലേ? 1994 വിവാഹിതനായ വ്യക്തിയാണ് ഗണേശൻ. ഗണേശൻ ഇന്ന് 59 വയസ്സുണ്ട്. ആ 1994 വിവാഹിതനായി യാമിനി തങ്കച്ചിയെ വിവാഹം ചെയ്തു. 2005 ആകുമ്പോൾ ഗണേശൻ ഒരു കാമുകിയുണ്ടായി. അതുവരെ അതിനിടയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും കാമുകിമാരായിരുന്നില്ല. അവരൊക്കെ ഗണേശന്
ചില തോന്നലുകൾ, ആഗ്രഹങ്ങൾ വരുമ്പോൾ ആ ആഗ്രഹ സഫലീകരണത്തിന് കൊണ്ടു നടക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ 2005 കാമുകി ഉണ്ടായി. ആരാണ് കാമുകി? സരിത എസ് നായർ. സരിത തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ബിസിനസ്സോ പ്രൊഫഷനോ ജോലിയോ ഒരു ബന്ധവുമല്ല, മറിച്ച് ഞങ്ങൾ തമ്മിലുണ്ടായ ബന്ധം സ്നേഹബന്ധമാണ്. ആ കാമുകിയെ മുന്നിൽ നിർത്തി ഉമ്മൻചാണ്ടിയെ വെട്ടിവീഴ്ത്തി. 2013 യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹമോചനം നടന്നു. ആ വിവാഹമോചനം നടന്നപ്പോഴും നടക്കുന്നതിന് മുമ്പും 2005 മുതൽ ഇങ്ങോട്ട് സരിതയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്നാ. അങ്ങനെ ഒരു കുഞ്ഞും ജനിച്ചു. 2013 ഡിവോഴ്സായി. 14 ഗണേശൻ മറ്റൊരു വിവാഹം നടത്തി. അപ്പോഴേക്കും സരിത ജയിലിലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോഴേക്കും സരിത ജയിലിലാണ്. ഈ സരിത ജയിലിൽ കിടക്കുമ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഗണേശൻ മറന്നു എന്നുള്ളതാണ്. പക്ഷേ സരിത ജയിലിൽ കിടക്കുമ്പോൾ ഗണേശൻ്റെ തന്ത ബാലകൃഷ്ണപിള്ള കൊച്ചുമകനെ മറന്നില്ല. കൊച്ചുമകന് വേണ്ടത് തള്ള ജയിലിൽ കിടക്കുമ്പോൾ തൻ്റെ മകൻ്റെ ചോരയാണെന്ന തിരിച്ചറിവിൽ നിന്ന് ഈ ഗണേശൻ്റെ തന്ത ബാലകൃഷ്ണപിള്ള മാസം ചെലവിനിങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. തള്ള ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ 5-6 മാസക്കാലം ബന്ധുവീട്ടിൽ വേണ്ട സുഖ സൗകര്യങ്ങൾ ഒരുക്കിയുള്ള സംരക്ഷണവും ഒരുക്കി ബാലകൃഷ്ണപിള്ള. കാരണം എന്താ? തൻ്റെ മകന് ഉണ്ടായ കൊച്ചിൻ്റെ തള്ളയാണ് സരിത എസ് നായർ എന്ന് ഈ പറയുന്ന ബാലകൃഷ്ണപിള്ളക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ ഗണേശനാണ് അന്ന് ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ മുന്നിൽ നിന്ന് കളിച്ചതും ഗണേശൻ. ഇന്ന് BJPക്കെതിരെ ആഞ്ഞടിക്കേണ്ട വേദിയിൽ പോയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊത്തിക്കീറുന്നതും ഗണേശൻ.